സാർ, സമാനതകളില്ലാത്തൊരു കാലവർഷം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വേനൽക്കാല മഴ തന്നെ വലിയ ദുരിതമുണ്ടാക്കി. വർഷകാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ രീതിയിലുള്ളൊരു ക്രൈസിസിലോട്ട് പോകുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ കാലവർഷക്കെടുതി അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും ഒരവസരം കൂടി തരുമോ? കാരണം കഴിഞ്ഞ ലോക്സഭാ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നിരണം ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞൊരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. കാരണം പ്രകൃതി ദുരന്തങ്ങളും പേമാരിയും കാത്തിരിക്കരുത്, സർക്കാരിൻ്റെ വീഴ്ചകൾ കൃത്യമായി പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള PR മാനേജ്മെൻറ്റുകൾ കൃത്യമായി സർക്കാരിനൊരു മേൽക്കൈ തരികയും അത് വോട്ടായി മാറുകയും ചെയ്താണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ അത് എത്രമാത്രം ഗുണകരമായി മാറും സർക്കാരിന്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കേരള സർക്കാർ നേരത്തെ പ്രധാനമായിട്ടും 2018 പ്രളയം, 2019 പ്രളയം, ഇപ്പോൾ പ്രളയ കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ, അതിൽ അന്ന് സർക്കാരിനെ രക്ഷിച്ചത് കിറ്റ് വിതരണമാണ്. ഇപ്പോൾ അത് പിന്നീട് ആവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് ഏറ്റവും എളുപ്പത്തിൽ സാധാരണക്കാരിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള നിലക്കാണ് അതിനെ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി സർക്കാർ കണ്ടത്. അതിലവർ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ആ കിറ്റ് വിതരണത്തിൽ അവർ വിജയിച്ചു. അതിൽ രാഷ്ട്രീയമായി വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. പ്രളയം മാത്രമല്ല, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എയ്ഡോട് കൂടിയിട്ടാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം വോട്ടായി മാറുമ്പോൾ അവർക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ്. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ LDF ഗവൺമെൻറ്റിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ 2018 19 പ്രളയമുണ്ടായപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അത് പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമല്ല, അതിലൊരു മനുഷ്യനിർമ്മിത ദുരന്തമുണ്ടായി എന്നുള്ളതാണ്. അതിനാണല്ലോ മന്ത്രിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായതൊക്കെ MM മണിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ കാര്യത്തിലാണെങ്കിലും, ഇനി ആ സമയത്ത് ഡാം തുറക്കുന്നതിലെടുത്ത സർക്കാരിൻ്റെ തെറ്റായ തീരുമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഡാം തുറക്കാതെയും പിന്നീട് പെട്ടെന്ന് തുറന്നുമൊക്കെ എടുത്തിട്ടുള്ള നടപടികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് വലിയ പ്രളയത്തിലേക്കും കെടുതിയിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ പ്രളയക്കെടുതി അല്ലെങ്കിൽ മറ്റൊരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളും, ഇപ്പോൾ പുത്തുമലയിൽ ദുരന്തമുണ്ടായ സമയത്താണെങ്കിലും കവളപ്പാറയിൽ ദുരന്തമുണ്ടായ സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തെ ആ പ്രദേശത്തുള്ള ആളുകൾ, സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഒരു കൈ നിന്നുകൊണ്ടാണ് ഈ സർക്കാരിനെ ഏത് സർക്കാരിനെയാണെങ്കിലും സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുള്ള തുക കേരളത്തിലെ ജനങ്ങൾ, ആ ദുരന്തത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുള്ള തുക, അതിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനത്തിനുമൊക്കെ കിട്ടിയിട്ടുള്ള തുക 738 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 10 കോടി താഴെ രൂപ മാത്രമാണ് സർക്കാർ നാളിതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ കഥകൾ നമ്മൾ പറയുമ്പോൾ അതിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് മാസാമാസം കൊടുക്കുന്ന പണത്തിനേക്കാൾ അപ്പുറത്ത് ഒരു ബെനിഫിറ്റും അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. വീട് ലഭിക്കാനുള്ളതോ സ്ഥലം ലഭിക്കാനുള്ളതോ അവരുടെ സ്ഥിരമായ വരുമാനം ലഭിക്കാനുള്ളതായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ 10 കോടിയിൽ താഴെ രൂപ മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ദിവസം പോലും സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി തുക അവിടെ കിടക്കുകയാണ്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് കേരളത്തിൽ കിട്ടിയിട്ടുള്ള തുകയുടെ 600 ചില്ലാനും കോടി രൂപ, 638 കോടി രൂപ വീണ്ടും അവിടെ കിടക്കുകയാണ്. അതും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകൾ ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ദുരന്തമുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മുടെ തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. തീരദേശ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അവിടുത്തെ വീടുകൾ സംരക്ഷിക്കാൻ, അവിടുത്തെ വീടുകൾ പുതുതായി നിർമ്മിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമാശ്വാസ പദ്ധതികൾ, അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. എപ്പോഴും തീരദേശ ജനത സമരവുമായിട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പോൾ വലിയഴീക്കൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയേക്കാൾ അപ്പുറത്ത് സംസ്ഥാന ഗവൺമെൻറ് ഒരു പദ്ധതി അവിടെ ഇല്ല. വലിയഴീക്കൽ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സർക്കാരിൻ്റെ 238 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. ഇപ്പോൾ നമ്മുടെ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, ഹൈവേകൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയോടനുബന്ധിച്ചിട്ടുള്ള റോഡുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് അത് പരിഹരിക്കപ്പെടേണ്ടത്. പക്ഷേ സംസ്ഥാനത്തെ റോഡുകൾ പൂർവ്വകാല മഴ പ്രശ്നങ്ങളുടെ ഭാഗമായി അത് പൂർത്തീകരിക്കാൻ, ടാറിങ് പൂർത്തിയാക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കാത്തതുകൊണ്ട് പല റോഡുകളും മഴക്കാലത്ത് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പൂർവ്വകാല ശുചീകരണത്തിന് സർക്കാർ ആഹ്വാനം നൽകുന്നതല്ലാതെ അതിന് ത്രിതല പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൃത്യമായി കൊടുക്കുന്നില്ല.
ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വഴി അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കാനുള്ള സംവിധാനങ്ങളില്ല. നമ്മുടെ താഴെത്തട്ടിലേക്ക് പൂർവ്വകാല മഴ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർത്തീകരണമില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന സംസ്ഥാനം. നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ശരി സംസ്ഥാനം. തന്നെ. ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഈ ദുരന്ത പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഈ ഫണ്ട് തിരിമറി അടക്കം. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ ഇടയിൽ അതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ ഒരു പരിധിവരെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതാരും ചർച്ച ചെയ്യില്ല. ഉദാഹരണത്തിന് കോവിഡ് വിഷയമുണ്ടാകുമ്പോൾ കോവിഡിൻ്റെ ഒരു 1.5-2 വർഷക്കാലത്തേക്ക് ആരെങ്കിലും സർക്കാരിനെ കുറ്റം പറഞ്ഞോ? അപ്പോൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ആ വിഷയത്തെ പ്രതിരോധിച്ചും അതിൽ നിന്ന് മറികടക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുക. അതിനുശേഷം നാം കാണുന്നത് എന്താണ്? കിറ്റ് വിവാദമുണ്ടായി. ഏത് PPE കിറ്റ് വാങ്ങുന്നതിൽ വലിയ അഴിമതിയുണ്ട് എന്നുള്ളത് പുറത്തു വന്നു. അപ്പം ആരോഗ്യ മേഖലയിൽ മാസ്കിൻ്റെ കാര്യത്തിൽ ആരോപണം വന്നു. അപ്പോൾ വലിയ തരത്തിൽ ഈ തരത്തിൽ നടക്കുന്ന അഴിമതികൾ, ഇപ്പോൾ ആംബുലൻസ് ഓടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 108 ആംബുലൻസുകൾ ഓടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ വന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ആരോപണങ്ങളാണ്. അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ സുതാര്യമാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അഴിമതിയുടെ കാര്യത്തിൽ. ഇപ്പോൾ കേരളത്തിൽ പകർച്ചവ്യാധികൾ നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിൽ കേട്ടിട്ട് പോലുമില്ലാത്ത അസുഖങ്ങൾ ആദ്യമുണ്ടാകുന്നത് കേരളത്തിലാണ്. നിപ്പ, അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് കോവിഡ് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോവിഡ് ഏറ്റവും കൂടുതൽ പടർന്ന് പിടിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോവിഡ് മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇതെല്ലാം കൃത്യമായി മാനേജ്മെൻറ്റിലൂടെ PR മാനേജ്മെൻറ്റിലൂടെ മറികടക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് ബോധ്യമാക്കുന്നു. തെരഞ്ഞെടുപ്പ് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ അതിൽ എടുക്കുന്ന നിലപാടുകൾ ഗുണകരമാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾ അപ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ വൈകുന്നേരങ്ങളിലുള്ള വാർത്താ സമ്മേളനങ്ങളിലൂടെ മുഖ്യമന്ത്രി മറ്റൊരു പരിവേഷം എടുത്ത് അണിഞ്ഞിരുന്നു, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു PR മാനേജ്മെൻറ്റ് ഇപ്പോഴും മറ്റൊരു ദുരിതകാലമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പഴയ അതേ ടാക്ടിക്സ് തന്നെ ഇനി സ്വീകരിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ മന്ത്രിമാർ അവർക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ അവർക്ക് പങ്കുള്ളതോ പങ്കില്ലാത്തതോ ആയിട്ടുള്ള ഏത് വിഷയമാണെങ്കിലും അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പോസിറ്റീവ് വിഷയമാണെങ്കിൽ അത് ഞങ്ങളുടേതാണ് എന്ന് ആദ്യം പറയുക. ഉദാഹരണത്തിന് കുതിരാനിൽ ടണൽ റോഡ് ഉണ്ടാക്കി. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപേ കേരളത്തിൻ്റെ PWD മന്ത്രി അതിൻ്റെ റീലെടുത്തിട്ടു. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി തന്നെ മുഹമ്മദ് റീൽസ് എന്നാണ്. അതെ. അപ്പോൾ കേരളത്തിൽ ഏത് വിഷയം പ്രധാനമായിട്ടുണ്ടെങ്കിലും അതിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 5000 കോടിയും 10000 കോടിയും ചിലവാക്കേണ്ട ഒരു പദ്ധതിയിൽ 1 കോടി ചിലവാക്കിയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ പറയുന്നത് അത് ഞങ്ങളുടെ പദ്ധതിയാണ്, ഞങ്ങൾ കൊടുത്ത പദ്ധതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 35 കിലോ അരി വീതം മറ്റേ കൊറോണ കാലഘട്ടത്തിലാണെങ്കിലും ഇനി അതല്ല പ്രളയ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ കൊടുത്തു. സംസ്ഥാനത്തിൻ്റെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ അതെല്ലാം തങ്ങൾ കൊടുക്കുന്ന പണമാണ് എന്ന് സാധാരണക്കാരോട് പ്രചരിപ്പിക്കുന്നതിൽ അവർ രാഷ്ട്രീയപരമായി വിജയിക്കുന്നു. ആ രാഷ്ട്രീയ പ്രചരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ വിജയിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അവരുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിന് തെറ്റുന്ന കാര്യം. ഈ ദുരന്തങ്ങളുടെ കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നി. ഇപ്പോൾ ഈ കപ്പൽ ദുരന്തം ഉണ്ടായി, നമ്മൾ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത നമുക്ക് അതിന് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ വാസ്തവത്തിൽ? കേരളത്തിൽ അങ്ങനെ പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ മറികടക്കാൻ ഒരു ആക്ഷൻ പ്ലാനും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ NDRF ടീം കേരളത്തിൽ എടുക്കുന്ന നടപടികളെക്കാൾ അപ്പുറത്ത് കേരളത്തിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അത് മഴക്കാലത്തുമില്ല. മഴക്കാലത്ത് നമ്മളത് പ്രത്യേകമായി കണ്ടതാണ്. പ്രളയ കാലഘട്ടത്തിൽ മഴ കാലഘട്ടത്തിലുമില്ല. മറ്റ് പല കാലഘട്ടങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടൽ തീരത്തേക്ക് അങ്ങനെ വന്ന് അടിയുന്ന ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ നീക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം അത് സംസ്ഥാന ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടങ്ങൾക്കും ഉണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം എടുക്കേണ്ടത് ജില്ലാ ഭരണകൂടങ്ങളാണ്. ഇപ്പോൾ നമ്മൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്ക് വേണം എന്നാവശ്യപ്പെടുകയാണ്. പക്ഷേ അതേ പദ്ധതി അതേ വിഷയത്തിൽ തന്നെ തുറമുഖത്തിൻ്റെ ഭാഗമായി മാത്രമല്ല തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് വിഷയങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളിലും സർക്കാർ നടപടി സ്വീകരിക്കണ്ടേ? സർക്കാർ അതിനുള്ള മുൻകരുതൽ സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.